Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്നലെ 24,123 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 28 എന്ന ലെവലിലായിരുന്നു. ഏതാണ്ട് 100 പോയിന്റിലധികം ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 236 എന്ന ലെവൽ വരെ ഉയർന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റന്റ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് 245 എന്ന ലെവലായിരുന്നു. എന്നാൽ 36 വരെ ഏതാണ്ട് 9 പോയിന്റിന്റെ അകലത്തിൽ സെല്ലേഴ്സ് ആക്റ്റീവായി അവിടെ നിന്ന് തന്നെ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് കൃത്യമായും സെല്ല് ചെയ്തു. ഇത് നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കുന്ന ദിവസങ്ങളിലെല്ലാം പ്രധാനമായും ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഹൈ പുതിയത് ലഭിക്കുമ്പോഴെല്ലാം ഒരു സെല്ലിംഗ് കാണുന്നതാണ്, പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ തന്നെ ഒരു സെല്ല് ലഭിച്ച് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,175 ലെവലിൽ നിന്നും ഒന്ന് അപ്വേർഡ് മൂവ് ചെയ്തു. 206 എന്ന ലെവലിൽ വേറെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ മൈനർ റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയിരുന്നു. ആ ലെവലിൽ നിന്നും വീണ്ടും സെല്ലിംഗ്, ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ക്ലീൻ ആയിട്ട് ഈ ലെവൽ വരെ തന്നെ ലഭിച്ചിരുന്നു. അവിടെ നിന്നും വീണ്ടും അപ്വേർഡ്. 5 മിനിറ്റ് പരിശോധിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ അത് വളരെ വേഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നല്ല ടാർഗറ്റ്. അപ്പോൾ പ്രൈസ് കുറയുകയാണ്. വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് അതല്ലെങ്കിൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി വീണ്ടും സെല്ല് ചെയ്തു. അപ്പോൾ ലഭിച്ചത് നമ്മൾ രേഖപ്പെടുത്തിയ രണ്ടാമത്തെ സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്ത് താഴെ പോവുക തന്നെയായിരുന്നു. അപ്പോൾ നല്ല ട്രേഡ്. ഇത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് നിൽക്കാൻ കഴിവുള്ളവർക്ക് കൃത്യമായും ഒരു നല്ല റേഞ്ചിലുള്ള പ്രോഫിറ്റ് രാവിലെ തന്നെ PE ബുക്ക് ചെയ്തപ്പോൾ, PE ട്രേഡ് ചെയ്തപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ലെവലിൽ നിന്നും രണ്ടാമത്തെ സപ്പോർട്ട്, പ്രധാന സപ്പോർട്ട് ലെവലിൽ നിന്നും പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നത് വളരെ വ്യക്തമായി തിരിയുന്നതാണ്. പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. അപ്പോൾ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുന്നതും ലഭിക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിൽ ട്രേഡ് ചെയ്യാതെ പ്രൈസ് കുറഞ്ഞു, വീണ്ടും ഉയർന്നു വന്നപ്പോൾ വീണ്ടും വിറ്റു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് അടുത്ത സപ്പോർട്ട് ലെവലായ 24,059 എന്ന ലെവലിലേക്ക് ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പരിശോധിച്ചാൽ വളരെ ക്ഷമാപൂർവ്വം സിസ്റ്റമാറ്റിക്കായി ട്രേഡ് ചെയ്യുന്നവർക്ക് വ്യക്തമായ ട്രേഡ് ചെയ്യാനുള്ള അവസരമാണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നാളത്തേക്ക് വേണ്ടി ഞാൻ ആദ്യമേ ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായി 24,190 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സപ്പോർട്ടായി 24,100 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിനാണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ആദ്യം ലഭിക്കുന്ന ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം ബൈയിങ് ആണ് നൽകുന്നതെങ്കിൽ, അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 24,190 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും ഈ മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ള 24,168 എന്ന ലെവലിൽ എത്തുമ്പോഴും ഒരുപക്ഷെ ചെറിയ റെസിസ്റ്റൻസ് പ്രൈസ് കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ തീർച്ചയായും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എങ്കിലും അതിനേക്കാൾ മുകളിലായി വീണ്ടും അതിന് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിക്കും. ഇന്ന് രേഖപ്പെടുത്തിയ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു, 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് ഫീൽ ചെയ്താൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളായി 24,289, 301, 343 എന്ന ടാർഗറ്റുകളാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള
റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ള 24,103 എന്ന ലെവലിൽ താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിന് താഴെ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് 24,092 എന്ന ലെവലിനൊക്കെ താഴെ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയവ. അവ 24,055, 24,010, 23,983, 952, 913, 891 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഞാൻ ഇത്തരത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇത് എൻ്റെ ട്രേഡിംഗ് പ്ലാനാണ്. ഞാൻ ഈ പ്ലാൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ കണക്കാക്കിയിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ലെവലുകൾ സ്ട്രിക്റ്റ് ആയി പാലിക്കും. ഒരുപക്ഷെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് ഞാൻ ആദ്യമേ കരുതിയ ഡയറക്ഷനോട്ട് പോയി വളരെ പ്രോഫിറ്റിലോട്ട് പോയെങ്കിൽ പോലും ഞാൻ അതൊരു ഖേദമായി കണക്കാക്കാറില്ല. കാരണം എൻ്റെ പ്ലാൻ തെറ്റിപ്പോയി. എൻ്റെ പ്ലാൻ പ്രകാരമുള്ള സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റായാൽ തീർച്ചയായും എക്സിറ്റ് ആവുക എന്നത് തന്നെയാണ് ഞാൻ എൻ്റെ പ്ലാനിന് അനുകൂലമായി ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും പ്ലാൻ യുവർ ട്രേഡ് ആൻഡ് ട്രേഡ് യുവർ പ്ലാൻ എന്ന്. ആദ്യമേ ഒരു പ്ലാൻ തയ്യാറാക്കണം. ആ പ്ലാനിന് അനുകൂലമായാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ അതിനനുകൂലമായ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ പ്ലാൻ പ്രകാരം ട്രേഡ് ചെയ്യും. പ്ലാനിന് വിപരീതമായാണ് വരുന്നതെങ്കിൽ ഞാൻ ട്രേഡിൽ നിന്നും മാറി നിൽക്കാറാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ രീതി. ഞാൻ വിശദീകരിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ പുതുതായി കടന്നു വരുന്നവർ എങ്ങനെയാണ് മാർക്കറ്റിനെ സമീപിക്കേണ്ടത് എന്ന ഒരു രീതി അവർക്ക് ബോധ്യമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇത് ആരും എൻ്റെ പ്ലാൻ അനുകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമല്ല. അഥവാ നിങ്ങൾ ആരെങ്കിലും അനുകരിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം ഇത്തരം ഒരു പ്ലാൻ തയ്യാറാക്കുന്നു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മുമ്പിൽ പബ്ലിഷ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്തതായി ഇന്നത്തെ മൂവ്മെന്റിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റി നമുക്ക് എന്ത് ട്രേഡിംഗ് പ്ലാനാണ് തരുന്നതെന്ന് നോക്കാം. 52,418 എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 52,079 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ 52,328 എന്ന ഒരു ലെവൽ ഞാനൊരു മൈനർ റെസിസ്റ്റന്റ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഇവിടുന്ന് ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്ക് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നും പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 52,418 എന്ന പ്രധാന റെസിസ്റ്റൻസിന് മുകളിലാണ് എങ്കിൽ പോലും ഈ ലെവലും 52,328 എന്ന മൈനർ റെസിസ്റ്റൻസും ഒരു ചെറിയ ടാർഗറ്റായി പ്രവർത്തിച്ചേക്കാം. ഒരുപക്ഷെ ഞാൻ അവിടെ നിന്നും ടാർഗറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അപ്പോൾ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എങ്കിലും അതിനു മുകളിലായി ഈ ലെവലിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിക്കാം. അപ്പോൾ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താൽ, ഇന്നത്തെ ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്താൽ തുടർന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള 53,000, 53,105, 180, 279 എന്ന ലെവലുകളും ടാർഗറ്റുകളായി കിട്ടാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ അതിനു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 52,079 എന്ന ലെവല് ആണ്. അതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിനും താഴെയായി വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 51,995 എന്ന ലെവലിന് താഴെ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ
പ്രൈസ് തുടർന്നുള്ള മൂവ്മെന്റിലും ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകളാണ് 51,729, 557, 367, 246 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഈ തിക്കായി രേഖപ്പെടുത്തിയ ലെവലുകൾ, ബ്ലൂ ലൈനുകൾ തീർച്ചയായും പ്രധാന സപ്പോർട്ടുകളായാണ് ഞാൻ കണക്കാക്കുന്നത്. അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പ്രൈസിന് റിവേഴ്സ് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം നമ്മുടെ പ്രോഫിറ്റ് ലോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 79,380 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയ 79,637 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഈ ലെവൽ ഒരു ടാർഗറ്റ് ലെവൽ ആകാം. മൈനർ റെസിസ്റ്റൻസ് ആണെങ്കിലും 79,568 ചിലപ്പോൾ ഒരു ടാർഗറ്റ് ഏരിയ ആയേക്കാം. അവിടെ നിന്ന് പ്രൈസ് റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നാൽ ഞാൻ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ കടക്കുകയും ഈ പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ള 79,637 എന്ന ലെവലിന് മുകളിലോട്ട് ക്ലോസ് ആവുകയും ചെയ്താൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 79,675, 736, 832, 896, 954 എന്ന പ്രധാന ലെവൽ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതാം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അതല്ല എങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ആയി തീർച്ചയായും കണക്കാക്കും. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാനമായി ആദ്യമായി ലഭിക്കുമെന്ന് കരുതിയ സപ്പോർട്ടിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് കൈ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് കൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണെങ്കിലും അതിന് താഴെയുള്ള ലെവലുകളിലേക്ക് പ്രൈസ് ഇറങ്ങി വരികയാണ്, ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 79,228, 79,040, 78,906, 78,847 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഇവ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ പതിവായി പറയുന്നത് പോലെ തന്നെ ആദ്യമായി കടന്നു വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് ഗുണകരമായി തോന്നുന്നു നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ലാഭം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.